ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും ഗംഭീര സീരീസുകളുടെ കൂട്ടത്തിലേക്ക് എടുത്തു വെക്കുവാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഷോഗൺ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ പീസ് ഐറ്റം. ഇതൊരു പക്കാ സ്ലോ ബേണോ ഐറ്റമാണ്. പക്ഷേ ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി ഉണ്ട്, അതിൻ്റെ ഒപ്പം പോകുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, ആൻഡ് ഈ ഒരു സീരീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ജാപ്പനീസ് കൾച്ചറുണ്ട്. അത് വേറെ ലെവലാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഗംഭീരമായിട്ട് ജാപ്പനീസ് കൾച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഷോ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും മാരകമായിട്ട് ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്ത് ഒരു ജാപ്പനീസ് കൾച്ചറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാരക എക്സ്പീരിയൻസ് കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു സീരീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 99% റേറ്റിംഗ് ആണ് ഈ ഒരു സീരീസിന് റോട്ടൻ ടൊമാറ്റോസിൽ ഇപ്പോൾ ഉള്ളത്. 99%. IMDbയിൽ 9 റേറ്റിംഗ് ഉണ്ട്. അപ്പം ഷോഗൺ എന്ന് തന്നെ പേരുള്ള ജെയിംസ് ക്ലാവലിൻ്റെ ഒരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറി ലൈനിലേക്ക് കടക്കുകയാണെങ്കിൽ 1600കളിലെ ജപ്പാനിലാണ് ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി നടക്കുന്നത്. അപ്പം അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കിങ് അല്പം ചെറുതാണ്. അതായത് മെയിൻ രാജാവ് മരിച്ചുപോയി. ആ രാജാവിൻ്റെ മകനാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. മകൻ അത്ര പ്രായമൊന്നുമില്ല, വളരെ കൊച്ചു കുഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൗൺസിലുണ്ട്. ഈ കൗൺസിലിലെ റീജന്റുമാരാണ് ആക്ച്വലി ഈ ഒരു സ്ഥലം ഇപ്പോൾ ഭരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു റീജൻസ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു വോട്ടൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു രാജ്യത്തെ പല കാര്യങ്ങളും നടത്തി പോകുന്നത്. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും മാരകമായിട്ടുള്ളൊരു കൾച്ചറുള്ളൊരു സ്ഥലമാണ്. അതായത് പുറമേ നോക്കുന്ന പല ആളുകളും ബാർബേറിയൻസ് ആണ്, അവർക്ക് ഒട്ടും ദയയില്ല, ദാക്ഷിണ്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ജാപ്പനീസ് കൾച്ചർ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരു ജാപ്പനീസ് കൾച്ചറിലെ ഒരു കൗൺസിൽ, ഈ ഒരു കൗൺസിലിൽ കുറേ റീജന്റുമാരുണ്ട്. ഈ റീജന്റുമാരിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ലോർഡ് യോഷി ടൊർനാഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൊർനാഗ എന്ന് പറയുന്ന കൗൺസിൽ മെമ്പറിനെതിരെ ബാക്കിയുള്ള റീജൻസ് എല്ലാം കൂടെ തിരിഞ്ഞുകൊണ്ട്, അതായത് ബാക്കിയുള്ള കൗൺസിലിലെ റീജൻസ് എല്ലാം കൂടെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ യോഷി ടൊർനാഗ എന്ന് പറയുന്ന ക്യാരക്ടറിനും അതിനെതിരെ ചേർത്ത് നിൽക്കണം. അപ്പം മെയിനായിട്ടും അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ആണ് ഈ ഒരു സീരീസിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ സംഭവം തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു യോഷി ടൊർനാഗയ്ക്കിടയിലും ബാക്കിയുള്ള റീജൻസിൻ്റെ ഇടയിലും നടക്കുന്ന പൊളിറ്റിക്സും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. ഇത് കൂടാണ്ട് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള യൂറോപ്യൻ ഷിപ്പ്, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഒരു യൂറോപ്യൻ ഷിപ്പ് ഈ ഒരു ജപ്പാനിലെ ഒരു ഫിഷിംഗ് വില്ലേജിലേക്ക് വരികയും പിന്നീട് ആ ഒരു ഷിപ്പിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആ ഒരു മൊത്തത്തിലുള്ള കാര്യത്തിന്, അതായത് ഇവരുടെ ആ ഒരു മൊത്തത്തിലുള്ള പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിക്കുന്നതൊക്കെയാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് കാണിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ 1600കളിലെ ജപ്പാൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ സമയത്തെ അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ടെറിഫിക്കാണ്. അതായത് ലോയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് നമുക്ക് ജാപ്പനീസ് കൾച്ചറിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതായത് സ്വന്തം ജീവനെ കഴിഞ്ഞും ജാപ്പനീസ് ആളുകൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ് ലോയാലിറ്റി എന്ന് പറയുന്നത്. അതായത് തൻ്റെ ലോഡിന് കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അത്ര വലുതാണ്. തൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും തൻ്റെ ലോഡിനെ രക്ഷിക്കും. ഒരു ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ പേടിച്ചോടുന്ന ആൾക്കാരോ എന്നൊക്കെ പറയുന്നത് ജപ്പാനിൽ ആ ഒരു സമയത്ത് കാണാൻ പോലും കിട്ടത്തില്ല. ഒരു സാമുറായി ആണോ, ആ ഒരു സാമുറായിയുടെ ലോയാലിറ്റി, ആ ഒരു സാമുറായി തൻ്റെ ലോഡിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഞെട്ടിക്കും. അതത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ഷോ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്കൊരു സിംഗിൾ മൊമെൻറ്റിൽ പോലും ഇതൊരു ഫാൻറ്റസി സംഭവമാണെന്ന് തോന്നത്തില്ല, അല്ലെങ്കിൽ ഇതിലൊരു റിയലിസം ഇല്ല എന്ന് തോന്നത്തില്ല. കണ്ടു കഴിയുമ്പോഴത്തേനും ജപ്പാൻ ഇത്രയും മാരകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. കാരണം അത്ര ഡീറ്റെയിലും കൊണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ടോ പല മൊമെൻറ്റ്സിലും. കാരണം ഇവരത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒരു ചെറിയ കാര്യത്തിന് പോലും, അതായത് ഇപ്പം അവിടുത്തെ സ്ത്രീകൾ നടക്കുന്ന ആ ഒരു രീതി, അതുപോലെ തന്നെ ഒരു ലോഡിന് വേറൊരാൾ തൻ്റെ കത്ത് കൈമാറുന്ന രീതി, ചായ ഉണ്ടാക്കി കൊടുക്കുന്ന രീതി, അതുപോലെ തന്നെ ഓരോ മൂവ്മെൻറ്റിനും, ഓരോ കുഞ്ഞു മൂവ്മെൻറ്റിന് പോലും ഈ ജാപ്പനീസ് ആൾക്കാർ കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റീസ്, അവരുടെ ആ ഒരു കൾച്ചറിനെ അവർക്ക് എത്രമാത്രം ബഹുമാനമുണ്ട്, അവരതെങ്ങനെയാണ് നോക്കിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പലയിടങ്ങളിലും നമുക്ക് തോന്നും ഇവർക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ ഒരു ഷോയുടെ സ്റ്റോറി തന്നെ ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറത്തില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. മേ ബി അവർക്ക് ആ ഒരു ക്യാരക്ടേഴ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു കൾച്ചർ അവരെ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പിടിച്ചു നിർത്തും. അങ്ങനൊരു വെറൈറ്റി രീതിക്ക് പോകുന്നൊരു ഷോയാണ്. ഭയങ്കര പൊളിറ്റിക്സ്, അതായത് ഫുള്ളി പൊളിറ്റിക്കൽ സംഭവങ്ങളെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. 1600കളിലെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗെയിം ഓഫ് ത്രോൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു രീതിക്കാണ് സംഭവം പോകുന്നത്. പക്ഷേ ഫാൻറ്റസി ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് മാത്രം. ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. ഒരു രക്ഷയില്ല. അതായത് എല്ലാ ക്യാരക്ടേഴ്സും വന്ന് വേറെ ലെവലായിട്ട് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷൻസിലേക്കൊക്കെ എടുക്കുമ്പോഴത്തേനും ഓരോ ക്യാരക്ടേഴ്സിലും വരുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ക്യാമറ വർക്ക്സ് ഒരു രക്ഷയില്ല. ബ്യൂട്ടിഫുൾ ഷോട്ട്സ്, അതായത് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട്സ് കാണാൻ പറ്റും. സിനിമാറ്റോഗ്രഫി എന്നൊക്കെ പറയുന്നത് ആബ്സല്യൂട്ട് പീക്കാണ്. ഇതിൽ നിന്നൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FX എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. FX എന്ന് പറയുന്ന നെറ്റ്വർക്കാണ് ഈ ഒരു ഷോ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്.
ഇവരുടെ സൈഡിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ വേറെ ലെവലാണ്. എഫക്സിൻ്റെ ഷോസ് എത്ര പേര് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരുപാട് ഗംഭീര ഷോസ് ഉണ്ട്. അതിപ്പം ഷീൽഡ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വാട്ട് വി ഡു ഇൻ ദ ഷാഡോസ് ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരുപാട് ഗംഭീര ഷോസ് ഈ ഒരു എഫക്സിൻ്റെ സൈഡിലുണ്ട്. സൺസ് ഓഫ് അനാർക്കിയൊക്കെ അതിൽ നിന്ന് വന്ന സാധനങ്ങളാണ്. അപ്പം ഈ ഒരു എഫക്സിൽ നിന്ന് വന്നൊരു മാസ്റ്റർ ക്ലാസ് ഐറ്റമാണ് ഈ ഒരു ഷോഗൺ എന്നും പറയുന്നത്. അപ്പം മിസ് ചെയ്യാതെ കാണുക. അതായത് നിങ്ങൾക്ക് ജാപ്പനീസ് കൾച്ചറിനോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, സ്ലോ ബേണോ ഐറ്റംസ്, അതായത് ബ്രേക്കിംഗ് ബാഡൊക്കെ പോലത്തെ സ്ലോ ബേണോ ഐറ്റംസിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഒട്ടും നിരാശപ്പെടുത്തത്തില്ല. വേറെ ലെവലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ പീസ് ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് ഷോഗൺ.